അതുപോലെ ഇത്തവണ ബംഗാളിൽ ബി.ജെ.പിയും തൃണമൂൽ കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം അത് വളരെ അപകടകരമായിട്ടുള്ള രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് മതത്തെ രാഷ്ട്രീയത്തിലേക്ക് കലർത്തുക, അത്തരത്തിൽ ജനങ്ങളെ വിഭജിക്കുക എന്ന രാഷ്ട്രീയം ഇരു പാർട്ടികളും നടത്തും. അപ്പോൾ ഇതിനെ ഇടതുപക്ഷം ഏത് രീതിയിൽ പ്രതിരോധിക്കും? അതോടൊപ്പം തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ബംഗാളിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന വാഗ്ദാനങ്ങൾ ഏത് തരത്തിലാണ്? താങ്കളുടെ ചോദ്യത്തിൽ പറഞ്ഞ കാര്യം ശരിയാണ്. BJP നഗ്നമായ വർഗീയതയാണ് അവരുടെ പ്രധാനപ്പെട്ട ആയുധം. അമിത്ഷായുടെ പ്രസംഗത്തിൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലെല്ലാം ഇത് കാണാനുണ്ട്. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പറഞ്ഞത്, ഇവിടെ നടക്കുന്ന തിരഞ്ഞെടുപ്പ് മത്സരം 80% 20% തമ്മിലുള്ള മത്സരമാണ്. അതായത് 20% ന്യൂനപക്ഷങ്ങൾ അവിടെ ഉള്ളത്, ബാക്കിയുള്ളത് ഹിന്ദു മതവിശ്വാസികളാണെന്നുള്ള മട്ടിൽ, ആ ഹിന്ദു മതവിശ്വാസികൾ മുഴുവൻ തങ്ങളുടെ കുത്തകയാണ് എന്നുള്ള മട്ടിലാണ് BJP വർഗീയ വിഭജനം അവിടെ നടപ്പാക്കാൻ ശ്രമിച്ചത്. ഏതാണ്ട് അതേ മാതൃകയിലുള്ള വർഗീയ പ്രചരണമാണ് ബംഗാളിൽ നടക്കുന്നത്. മറിച്ച് മമതയാകട്ടെ ക്ഷേത്ര നിർമ്മാണത്തിലാണ് ഇപ്പോൾ അവരുടെ ശ്രദ്ധ മുഴുവൻ. ന്യൂനപക്ഷ വർഗീയതയുമായിട്ട് അവർക്ക് ചില ധാരണകളും ഏർപ്പാടുകളും ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. ക്ഷേത്രം നിർമ്മിക്കാം, പള്ളി നിർമ്മിക്കാം, മസ്ജിദ് നിർമ്മിക്കാം, സിഖ് ഗുരുദ്വാര നിർമ്മിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ അത് ഗവൺമെൻറ്റല്ല ചെയ്യേണ്ടത്. അതത് വിശ്വാസികൾ ട്രസ്റ്റ് ഉണ്ടാക്കിയോ കൂട്ടായ്മകൾ രൂപീകരിച്ചോ ജനങ്ങളുടെ പിന്തുണയോടും സഹകരണത്തോടും കൂടി ആരാധനാലയങ്ങൾ വേണ്ടവർക്കെല്ലാം ഉണ്ടാക്കാം. പക്ഷേ ഗവൺമെൻറ് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ BJPയുടെ പ്രവർത്തനം, അയോധ്യ ക്ഷേത്ര നിർമ്മാണം ഗവൺമെൻറ് ഏറ്റെടുത്താണല്ലോ നടത്തുന്നത്. പൈസയൊക്കെ അതിൻ്റെ പേരിൽ ഒരുപാട് പിരിച്ചുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള മറ്റൊരു കാര്യം. അപ്പോൾ ഇത് ഒരു ഭക്തി വ്യവസായം പോലെയും മതത്തെ വർഗീയമായി ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ കരനീക്കങ്ങൾ നടത്തുന്നൊരു സമ്പ്രദായവും BJP ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ നിർഭാഗ്യവശാൽ നിരപേക്ഷ നിലപാടെടുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മമതാ ബാനർജിയുടെ പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും അത്തരത്തിൽ വർഗീയതയെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് തുറന്നു കാണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകം ഒരു മാനിഫെസ്റ്റോ തന്നെ, ഇടതുപക്ഷ മുന്നണിയാണ് ഇവിടെ. ജനാധിപത്യ മുന്നണി എന്ന് കേരളത്തിൻ്റെ ഓർമ്മ വെച്ച് ഞാൻ പറഞ്ഞു പോയതാണ്. ഇടതുപക്ഷ മുന്നണി ഒരു പ്രത്യേക മാനിഫെസ്റ്റോ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അതിനകത്ത് അടിസ്ഥാന മേഖലകൾ, കാർഷിക മേഖലയുടെ വളർച്ച, വ്യാവസായിക മേഖലയുടെ വളർച്ച, IT പോലുള്ള ആധുനിക വ്യവസായങ്ങൾ പിന്നെ വലിയ തോതിൽ ഇവിടെ കൊണ്ടുവരിക എന്നുള്ള നിർദ്ദേശം, തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ, ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ സംരക്ഷണത്തിനും അവരുടെ അവകാശങ്ങൾ സുരക്ഷിതമാക്കാനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സേവനം, ഈ മേഖലകളിലെല്ലാം ഇപ്പോൾ തികഞ്ഞ കെടുകാര്യസ്ഥതയാണ് പശ്ചിമ ബംഗാളിലുള്ളത്. അതിനെല്ലാം പരിഹാരം കണ്ടെത്തുന്നതിനുള്ള കൃത്യമായ ബദൽ നിർദ്ദേശങ്ങളടങ്ങുന്ന മാനിഫെസ്റ്റോയാണ് ഇവിടുത്തെ ഇടതുമുന്നണി ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് SIR ഉൾപ്പെടെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യത്തെ 4 മണിക്കൂറിലെല്ലാം ഒരു 40% മുകളിലേക്ക് വോട്ടിങ് ഉയർന്നൊരു പശ്ചാത്തലമുണ്ട്. അതോടൊപ്പം തന്നെ തൃണമൂലിൻ്റെ ഭാഗത്തു നിന്നെല്ലാം വലിയ തോതിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മുർഷിദാബാദിലൊക്കെ CPM പ്രവർത്തകർക്കെതിരെ പോലും വലിയ അതിക്രമം തൃണമൂലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഇത് പിന്നെ വളരെ അസാധാരണമായൊരു സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പ് 1ാം ഘട്ട വോട്ടിംഗ് നടക്കുമ്പോഴും ഇവിടുത്തെ വോട്ടവകാശം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ ക്യൂ ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ നിലനിൽക്കുകയാണ്. ഇന്നത്തെ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 134 പേർക്ക് വോട്ടവകാശത്തിനുള്ള അനുമതി പത്രം കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട്. നരേന്ദ്രമോദിയും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗാനേഷ് കുമാറും കൂടി വലിയ അട്ടിമറിയാണ് വോട്ടർ പട്ടികയിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ വളരെ കൗതുകരമായ കാര്യമുണ്ടായി. ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുകയാണ്. ചെന്നൈയിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ കിട്ടി. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന പലർക്കും പരിചിതനായിട്ടുള്ള വലിയൊരു സംഗീതജ്ഞനാണ്. 90 വയസ്സ് കഴിഞ്ഞ പത്മവിഭൂഷൺ ഉമയാൾപുരം ശിവരാമൻജിയുടെ ഫോണായിരുന്നു. വലിയ കർണാടക സംഗീതജ്ഞനാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്, അദ്ദേഹത്തിൻ്റെ മകന്, മരുമകൾക്ക്, ഈ 4 പേരും അവിടെ എത്രയോ കാലമായി മൈലാപ്പൂരിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് വോട്ടില്ല. അപ്പം വോട്ടിന് വേണ്ട കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുകയും ചെയ്തു. അവർ പ്രഖ്യാപനം കേട്ടു, ഈ ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാസ്പോർട്ട് ഇതൊക്കെ ഉള്ളവർക്കെല്ലാം വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും, അവർ വോട്ടർ പട്ടികയിലുണ്ടാവും. പക്ഷെ ഇവരെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും ഇതിൻ്റെ ചുമതലപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അവർ വേണ്ടത് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ
ഇദ്ദേഹം ലോകപ്രസിദ്ധനായിട്ടുള്ളൊരു സംഗീതജ്ഞനാണ്. അപ്പം പശ്ചിമ ബംഗാളിലാണെങ്കിൽ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള തിരിമറികൾ താരതമ്യമില്ലാത്തതാണ്, മറ്റൊരു സ്ഥലത്തും സംഭവിക്കാത്തതാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി തന്നെ ഈ സംബന്ധിച്ച കേസ് കേൾക്കുമ്പോൾ ചോദിച്ചു, തെരഞ്ഞെടുപ്പ് ഇവിടെയുള്ള എല്ലാവർക്കും വോട്ടവകാശം, ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് വോട്ടവകാശം. ആ വോട്ടവകാശം പശ്ചിമ ബംഗാളിലുള്ള ഇവിടെ ജീവിച്ചിരിക്കുന്ന പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാവർക്കും ഉറപ്പാക്കാതെ പലരെയും സംശയത്തിൻ്റെ ഒരു പ്രത്യേക പട്ടിക, ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത പട്ടികയാണത്, ആ പട്ടികയിൽപ്പെടുത്തി അവരെ ഇങ്ങനെ തൃശങ്കൂൽ നിർത്തിയിരിക്കുകയാണ്. അപ്പം അവിടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനാർത്ഥി 2000 വോട്ടിനാണ് ജയിക്കുന്നത്. അവിടെ ഇത്തരത്തിൽ തൃശങ്കൂൽ നിൽക്കുന്ന 10,000 പേരുണ്ട് വോട്ട് അവകാശത്തിന് അർഹതയുള്ളവർ. അപ്പോൾ എങ്ങനെയാണ് ആ ഫലം അന്തിമ ഫലമാണ് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുക? അവിടുത്തെ ഭൂരിപക്ഷത്തേക്കാൾ കൂടിയ എണ്ണം വോട്ടർമാർ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ, അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സങ്കീർണതകൾ ഇവിടെയുണ്ട്. മമതാ ഗവൺമെൻറ് ഇത് പരിഹരിക്കുന്നതിനുള്ള നേതൃത്വപരമായ ഒരു പങ്കും വഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി ഗവൺമെൻറ്, ആ ഗവൺമെൻറ് പദ്ധതി അനുസരിച്ചാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നത്. ഗാനേഷ് കുമാർ നിഷ്പക്ഷമായി തെരഞ്ഞെടുപ്പ് നടക്കാനല്ല, ഇന്ത്യ ഭരിക്കുന്ന ഭരണവർഗ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേർന്ന് ആ ഭരണവർഗ രാഷ്ട്രീയ പാർട്ടിക്ക് ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന ഒരു കീഴുദ്യോഗസ്ഥനെ പോലെയാണ് നിർഭാഗ്യവശാൽ നിഷ്പക്ഷനായിരിക്കേണ്ട ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം ഒരു ചോദ്യം കൂടെ. ഇപ്പം പല മാധ്യമങ്ങളും, മലയാളത്തിൽ നടക്കുള്ള പല മാധ്യമങ്ങളും പറയുന്നത് കൊൽക്കത്തയിലേക്ക് എത്തുമ്പോൾ, CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുമ്പോൾ ഇത് പതിവ് പോലെ ആളൊഴിഞ്ഞ ഒരു ഓഫീസാണ്, ആരവുമില്ലാത്തൊരു ഓഫീസാണ് എന്നൊക്കെ അത്തരത്തിൽ പല ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അല്ല, അതിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി ഓഫീസിലല്ലല്ലോ സഹാക്കൾ ഇരിക്കുന്നത്. നേതാക്കന്മാരും പ്രവർത്തകരും പാർട്ടി ഓഫീസിലിരിക്കുന്ന സമ്പ്രദായമല്ല CPIM-നുള്ളത്. പാർട്ടി ഓഫീസിൻ്റെ പ്രവർത്തനത്തിൻ്റെ മേൽനോട്ടം വഹിക്കേണ്ട ആളുകൾ പാർട്ടി ഓഫീസിലുണ്ട്. ബാക്കി എല്ലാവരും ഫീൽഡിലാണ്, തിരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്താണ് ഉണ്ടാവുക. മറ്റു പാർട്ടികളുടെ ഓഫീസിൽ വലിയ തോതിൽ കള്ളപ്പണം കൊണ്ടുവരാനും വിതരണം ചെയ്യാനും ഒക്കെയുള്ള ഏർപ്പാടുകൾ ഉണ്ടാവും മറ്റു പല പാർട്ടി ഓഫീസുകൾ. ചിലപ്പോൾ ഓഫീസിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അവരുടെ ഓഫീസുകളെല്ലാം പ്രവർത്തിക്കുന്നത് വേറൊരു പ്രവർത്തന സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് പാർട്ടി ഓഫീസിലിരിക്കുക, മറ്റു സമയം ജനങ്ങൾക്കിടയിലേക്ക് പോകുക എന്നുള്ളതാണ്. ആ നിലയിൽ തന്നെയാണ് അലിമുദ്ദീൻ സ്ട്രീറ്റിലുള്ള ഈ മുസഫർ അഹമ്മദിൻ്റെ പേരിലുള്ള ഈ സ്മാരക മന്ദിരം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പശ്ചിമ ബംഗാൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, അത് പ്രവർത്തിക്കുന്നത്.